ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോഴിക്കട്ട ശനിയാഴ്ച ഉണ്ടാക്കുന്ന കോഴിക്കട്ടയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റിലും എളുപ്പത്തിലും നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് അരിപ്പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാനിത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ നന്നായി നമ്മളിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇളക്കി കൊടുക്കാം. നന്നായി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ നല്ല കട്ടിയിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഇളക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ല കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടിയും ഒന്ന് കട്ടിയാവാനുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി ഇതേ പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ബല്ലം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയെല്ലാം നമുക്ക് നന്നായി ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിലൂടെ ഈ ശർക്കര ഉരുക്കിയത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളപ്പിച്ച് ഇതിൽ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരുവിധം നന്നായി വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങ 1.25 ഗ്ലാസ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയിലെയും ശർക്കരയിലെയും വെള്ളം ഒന്ന് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 ഏലക്കായയുടെ കുരു എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ചായിട്ട് പൊടിയാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഞാനിതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തേങ്ങയിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നന്നായി ഒന്ന് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ചെറിയ ഒരു നനവുണ്ടായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ പൊടി ചൂടാറി അപ്പോൾ അതിനെ ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കാം. എല്ലാതും ഉരുളാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലെടുത്തപ്പോൾ. നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് തേങ്ങയുടെ കൂട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസ് ഓരോന്നെടുത്തിട്ട് വിരലൊന്ന് വെള്ളത്തിൽ മുക്കി ഇതേപോലെ ഒന്ന് റൗണ്ടിൽ ഷേപ്പാക്കി എടുക്കാം. ഒരു കുഴി പോലെ ആക്കിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ കുഴിയിലേക്ക് നമ്മളിവിടെ ഉരുട്ടി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ചെറിയ വല്ല ക്രാക്കോ വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം തൊട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും പൊടിയൊക്കെ ആക്കി എടുക്കാം. ബാക്കി എല്ലാ ബോൾസും ഇതേപോലെ തന്നെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഉരുട്ടിയെടുക്കാം.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 6 എണ്ണം ഇപ്പോൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ബാക്കിയുള്ളത് അതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം. വേവിച്ചെടുക്കുന്ന തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് പുരട്ടി കൊടുക്കാം. ആവി വന്നുകൊണ്ടിരിക്കുന്ന അപ്പച്ചമ്പിലേക്ക് നമുക്ക് ഈ തട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുണ്ടാക്കിയ കൊഴുക്കട്ട നമുക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ 6 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിവിടെ വേവിക്കാൻ വെച്ചിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചമ്പിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള കൊഴുക്കട്ടയും കൂടിയും വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ കൊഴുക്കട്ടയും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട പൊട്ടാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണെന്ന്. ഇനി നമുക്കിത് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.